ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 2 എക്സാമിന് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ എക്സാം കഴിഞ്ഞ മാസം നടന്ന എക്സാമാണ്. ഇത് പലരും നമ്മുടെ കൂട്ടത്തിൽ പലരും അറ്റൻഡ് ചെയ്തിരുന്നു. അവരെല്ലാം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പലരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു. അറിഞ്ഞതിൽ നമുക്കും ഭയങ്കര സന്തോഷം. ഓക്കെ, അപ്പോൾ ഇന്ന് ആ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വീഡിയോസിൽ ഇതിൽ പല ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ പറയുന്നതേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്യൂസിങ് ഫാക്ടർ ഓഫ് HRC ഫ്യൂസ്. HRC ഫ്യൂസ് എന്ന് പറയുന്നത് എന്താണ്? ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസ് ആണ് അല്ലേ. ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഉള്ള ഫ്യൂസാണ് HRC ഫ്യൂസ്. അതിൻ്റെ ഫ്യൂസിങ് ഫാക്ടർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഫ്യൂസിങ് ഫാക്ടർ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ മിനിമം ഫ്യൂസ് കറണ്ട് വാല്യൂ ഡിവൈഡഡ് ബൈ ദി ഫ്യൂസ് റേറ്റിംഗ് ആണ് അല്ല. അപ്പോൾ ഒരു ഫ്യൂസിൻ്റെ ഫ്യൂസിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആ ഫ്യൂസ് ബ്ലോൺ ഓഫ് ആവുന്ന മിനിമം കറണ്ട് ഡിവൈഡഡ് ബൈ റേറ്റിംഗ് ഓഫ് ദാറ്റ് ഫ്യൂസ് ആണ്. അത് എപ്പോഴും ഒന്നിനെക്കാട്ടിൽ കൂടുതലായിരിക്കും എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ HRC ഫ്യൂസിൻ്റെ ഫ്യൂസിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1.1 ആണ്. ഓപ്ഷൻ ഡി 1.1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ റെസിസ്റ്റൻസ് ഓഫ് എ 230 വോൾട്ട് 100 വാട്ട് ഇൻകാൻഡിസൻ ലാമ്പ് അല്ല. അപ്പോൾ ഒരു ലാമ്പിൻ്റെ അല്ലെങ്കിൽ ഒരു ബൾബിൻ്റെ നമുക്ക് പവർ റേറ്റിംഗ് തന്നിട്ടുണ്ട്, വോൾട്ടേജ് റേറ്റിംഗ് തന്നിട്ടുണ്ട്. പവർ 100 വാട്ട്സും വോൾട്ടേജ് 230 വോൾട്ടും തന്നിട്ടുണ്ട്. അതിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം പവർ ഈസ് ഈക്വൽ ടു എന്താണ്? പവർ ഈസ് ഈക്വൽ ടു V ഇൻറ്റു I ആണ് അല്ലേ. പവർ ഈസ് ഈക്വൽ ടു VI ആണ്. I ഈസ് ഈക്വൽ ടു നമുക്കറിയാം V ബൈ R ആണ്. അങ്ങനെയാണെങ്കിൽ പവർ ഈസ് ഈക്വൽ ടു എന്താണ്? V സ്ക്വയർ ബൈ R ആണ്. ഇപ്പോൾ വോൾട്ടേജ് ഉണ്ട്, പവർ ഉണ്ട്, റെസിസ്റ്റൻസ് കണ്ടുപിടിക്കും. അപ്പോൾ V സ്ക്വയർ ബൈ R ഈസ് ഈക്വൽ ടു W, പവർ നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്ന് R ഈസ് ഈക്വൽ എന്താണ്? V സ്ക്വയർ ബൈ പവർ, V സ്ക്വയർ ബൈ W ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസിസ്റ്റൻസ് കിട്ടും. V എത്രയാണ് ഇവിടെ? 230, പവർ 100. അപ്പോൾ V സ്ക്വയർ ബൈ W എന്ന് പറഞ്ഞാൽ 230 സ്ക്വയർ ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് എത്ര കിട്ടും? 529 ഓംസ് എന്ന് കിട്ടും. ഓപ്ഷൻ ബി. Next, the temperature coefficient of a resistance is measured in. Temperature coefficient of resistance is measured in. Temperature coefficient of resistance എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? അതിൻ്റെ അർത്ഥമാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. 1 ഡിഗ്രി സെൽഷ്യസിൽ ഒരു മെറ്റീരിയലിൻ്റെ ഒരു ഡിഗ്രി സെൽഷ്യസിൽ ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് എത്രത്തോളം മാറുന്നു എന്നാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അതായത് 1 ഡിഗ്രി സെൽഷ്യസിൽ അതിൻ്റെ റെസിസ്റ്റൻസ്, അതായത് അതിൻ്റെ ഓമിക് വാല്യൂ എത്ര മാറുന്നു. അപ്പോൾ ഓമും ഡിഗ്രി സെൽഷ്യസും ആണെന്നറിയാം. അപ്പോൾ ഇതിൽ നോക്കിയേ, ഓം പെർ ഡിഗ്രി സെൽഷ്യസ്, ഓം സ്ക്വയർ പെർ ഡിഗ്രി സെൽഷ്യസ്, ഓം ഡിഗ്രി സെൽഷ്യസ്, ഓം സ്ക്വയർ ഡിഗ്രി സെൽഷ്യസ് അല്ലേ. 1 ഡിഗ്രി ടെമ്പറേച്ചർ ചേഞ്ചിൽ അതിൻ്റെ ഓമിക് വാല്യൂ എത്ര മാറുന്നു. അപ്പോൾ എന്താണ്? ഓം പെർ ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻ എ ആണ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ, ഓം പെർ ഡിഗ്രി സെൽഷ്യസ്. ദ എക്സാമ്പിൾ ഓഫ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. പാരാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ എക്സാമ്പിൾ, ഈ കൂട്ടത്തിൽ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ഏതാണ്? ഓപ്ഷൻ സി, എയർ ആണ് അല്ലേ. ഓപ്ഷൻ സി. നെക്സ്റ്റ്, ദ വർക്കിംഗ് വോൾട്ടേജ് ഓഫ് മെഗാ ഫോർ ടെസ്റ്റിംഗ് ഡൊമസ്റ്റിക് ഇൻസ്റ്റലേഷൻസ് ആർ. ഓക്കെ, നമ്മൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റലേഷൻസ് നമ്മൾ നമ്മൾ വീടിൻ്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ വയറിംഗ് ചെയ്തതിന് ശേഷം അതിലെവിടെയെങ്കിലും ഷോർട്ട് ഉണ്ടോ, അതിൻ്റെ ഇൻസ്റ്റലേഷൻ റെസിസ്റ്റൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇൻസ്റ്റലേഷൻ മെഗർ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിക്കുമല്ലോ, ഉപയോഗിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന ഇൻസ്റ്റലേഷൻ മെഗറിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് എത്രയാണ്? യൂഷ്വലി ആ മെഗർ എല്ലാം റേറ്റ് ചെയ്തേക്കുന്നത് 500 വോൾട്ടിലാണ്. ഓപ്ഷൻ സി, 500 വോൾട്ട് ഇൻസ്റ്റലേഷൻ മെഗേഴ്സാണ് നമ്മൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റലേഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, ദ പവർ ഫാക്ടർ ഓഫ് പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ട്. പവർ ഫാക്ടർ ഓഫ് എ റെസിസ്റ്റീവ് സർക്യൂട്ട് നമുക്കറിയാം. പവർ ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി കൊസൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. അപ്പോൾ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെ ഇടയിലുള്ള ആംഗിളിൻ്റെ കോസ് വാല്യൂ എടുത്താൽ കിട്ടുന്നതാണ് നമുക്ക് പവർ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റീവ് സർക്യൂട്ട്, പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ നമുക്കറിയാം വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആയിരിക്കും. അപ്പോൾ വോൾട്ടേജും കറണ്ടും ഒരേ ഫേസ് ആയിരിക്കും. അപ്പോൾ അത് തമ്മിൽ ആംഗിൾ ഡിഫറൻസ് ഒന്നുമില്ല, ഫേസ് ഡിഫറൻസ് ഇല്ല അല്ലേ. അപ്പോൾ 0 ആണ് അവിടുത്തെ ഫേസ് ഡിഫറൻസ്. അപ്പോൾ കോസ് 0 ഈസ് ഈക്വൽ ടു എന്താണ്? 1 ആണ് അല്ലേ. ദാറ്റ് ഈസ് ഓപ്ഷൻ എ. ദ പവർ ഫാക്ടർ ഓഫ് എ പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ഈസ് യൂണിറ്റി. നെക്സ്റ്റ്, ദ കപ്പാസിറ്റി റിയാക്ടൻസ് ഈസ് മെഷേർഡ് ഇൻ. റിയാക്ടൻസിൻ്റെ യൂണിറ്റ് നമുക്കറിയാം എന്താണ്? ഓം ആണ്. റിയാക്ടൻസ്, ഇംപിഡൻസ്, റെസിസ്റ്റൻസ് ഇതിൻ്റെ എല്ലാം യൂണിറ്റ് ഓം ആണ്. കപ്പാസിറ്റി റിയാക്ടൻസ് ആണെങ്കിലും ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണെങ്കിലും എല്ലാം ഓമിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ. ദ കപ്പാസിറ്റി റിയാക്ടൻസ് ഈസ് മെഷേർഡ് ഇൻ ഓം. ഓപ്ഷൻ ബി. നെക്സ്റ്റ്, പെർമലോയ് ഈസ് ആൻ അലോയ് കണ്ടെയ്നിങ്. ഓക്കെ, പെർമലോയ് എന്ന് പറഞ്ഞാൽ അത് എന്തിൻ്റെയൊക്കെ കോമ്പിനേഷനാണ്? നിക്കലും അയണും കൂടെ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന ഒരു അലോയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർമലോയ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ എ, നിക്കൽ ആൻഡ് അയൺ. നെക്സ്റ്റ്, ഫോർ എ സൈനുസോയിഡൽ കറണ്ട് ക്രസ്റ്റ് ഫാക്ടർ ഈസ്. ഓക്കെ, ക്രസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ക്രസ്റ്റ് ഫാക്ടർ ഈസ് ദ റേഷ്യോ ഓഫ് പീക്ക് വാല്യൂ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ബൈ RMS വാല്യൂനാണ് നമ്മൾ ക്രസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൈനുസോയിഡൽ ക്വാണ്ടിറ്റിയുടെ മാക്സിമം വാല്യൂ ബൈ RMS വാല്യൂ. RMS വാല്യൂ ബൈ സൈനുസോയിഡൽ ക്വാണ്ടിറ്റി നമുക്കറിയാം VRMS ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ IRMS ഈസ് ഈക്വൽ ടു IM ബൈ √2 ആണ്. അപ്പോൾ ക്രസ്റ്റ് ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കും?
പീക്ക് വാല്യൂ ഡിവൈഡഡ് ബൈ RMS വാല്യൂ. ഇവിടുത്തെ സൈനസോയിഡൽ കറണ്ട് ആണ് ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ IM ഡിവൈഡഡ് ബൈ IM/√2. ദാറ്റ് ഈസ് IM ക്യാൻസൽ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു √2 എന്ന് കിട്ടും. √2 ഈസ് ഈക്വൽ ടു 1.414. ഓപ്ഷൻ ബി ആണ്. ക്രസ്റ്റ് ഫാക്ടർ ഓഫ് എ sinusoidal current is 1.414. Option B. The specific gravity of electrolyte in a fully charged lead acid battery. ഒരു ഫുള്ളി ചാർജ് ലെഡ് ആസിഡ് ബാറ്ററിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി, ഇലക്ട്രോണിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1.2 കൂടുതൽ, ദാറ്റ് ഈസ് 1.285 ആണ്. ഓപ്ഷൻ എ. നെക്സ്റ്റ്, ദ കോമ്പോസിഷൻ ഓഫ് ടിൻ ആൻഡ് ലെഡ് യൂസ്ഡ് ഇൻ ഇലക്ട്രീഷ്യൻ സോൾഡർ. അപ്പോൾ നമ്മൾ സോൾഡറിങ് ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ കോമ്പോസിഷൻ ആണ്. ടിന്നിൻ്റെയും ലെഡിൻ്റെയും കോമ്പോസിഷൻ എന്താണ്? ദാറ്റ് ഈസ് 60% ടിന്നും 40% ലെഡും ആയിരിക്കും അതിൻ്റെ അകത്തുള്ളത്. ഇലക്ട്രീഷ്യൻ സോൾഡറിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ആ സോൾഡറിങ്ങിൻ്റെ മെറ്റീരിയലിൻ്റെ കോമ്പോസിഷൻ എന്ന് വെച്ചാൽ 60% ടിന്നും 40% ലെഡും ആയിരിക്കും. ഇപ്പോൾ 60-40% ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, ദ മെറ്റീരിയൽ യൂസ്ഡ് ആസ് നെഗറ്റീവ് ഇലക്ട്രോഡ് ഇൻ ലിഥിയം സെൽ. ലിഥിയം സെല്ലിൽ നമ്മൾ നെഗറ്റീവ് പ്ലേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഗ്രാഫൈറ്റ് ഇലക്ട്രോഡാണ്. ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, ദ റെസിപ്രോക്കൽ ഓഫ് ഫ്രീക്വൻസി 1/f ഈസ് ഈക്വൽ നമുക്കറിയാം ടൈം പീരീഡ് ആണ്. ഓപ്ഷൻ എ. 1/f ടൈം പീരീഡ്. ഓപ്ഷൻ എ. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ അലൂമിനിയം ആറ്റം. അലൂമിനിയം ആറ്റത്തിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അറ്റോമിക് നമ്പർ ഓഫ് അലൂമിനിയം 13 ആണ്. ഓപ്ഷൻ എ 13. നെക്സ്റ്റ്, ദ കപ്പാസിറ്റി ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ. കപ്പാസിറ്റി ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി എവിടെയാണ് നമ്മൾ പറയുന്നത്? എന്തിൻ്റെ ടേംസ് ആണ്? ആംപിയർ അവർ. ഏത് ബാറ്ററി ആണെങ്കിലും അതിൻ്റെ ആംപിയർ അവർ റേറ്റിംഗിലാണ് പറയുന്നത് അല്ലേ. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, ആംപിയർ അവർ. ദ യൂണിറ്റ് ഓഫ് പെർമിയബിലിറ്റി ഈസ്. പെർമിയബിലിറ്റിയുടെ യൂണിറ്റ് ആംപിയർ ടേൺസ്, വെബർ പെർ മീറ്റർ സ്ക്വയർ, ടെസ്ല നോൺ യൂണിറ്റ്. ആംപിയർ ടേൺസ് എന്ത്? MMFൻ്റെ യൂണിറ്റാണ്. വെബർ പെർ മീറ്റർ സ്ക്വയറും ടെസ്ലയും ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റാണ് രണ്ടും അല്ലേ. വെബർ പെർ മീറ്റർ സ്ക്വയറും ടെസ്ലയും ഒന്ന് തന്നെയാണ്. നോ യൂണിറ്റ് അല്ലേ. അപ്പോൾ പെർമിയബിലിറ്റിയുടെ യൂണിറ്റ് എന്താണെന്ന് ചോദിക്കും. പെർമിയബിലിറ്റി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഹെൻറി പെർ മീറ്റർ ആണ്. അതിവിടെ തന്നിട്ടില്ല. പെർമിയബിലിറ്റി യൂണിറ്റ് ഓഫ് പെർമിയബിലിറ്റി ഹെൻറി പെർ മീറ്റർ ആണ്. അതേസമയം യൂണിറ്റ് ഓഫ് റിലേറ്റീവ് പെർമിയബിലിറ്റി ആണെങ്കിൽ എന്തായിരിക്കും? റിലേറ്റീവ് പെർമിയബിലിറ്റിക്ക് യൂണിറ്റ് ഇല്ല. ഓപ്ഷൻ സി ആയിരിക്കണം വരേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ യൂണിറ്റ് ഓഫ് പെർമിയബിലിറ്റി ആണ് ചോദിച്ചത്. അതിൻ്റെ ആൻസർ ഇവിടെ ഇല്ല, ഹെൻറി പെർ മീറ്റർ ആണ്. യൂണിറ്റ് ഓഫ് റിലേറ്റീവ് പെർമിയബിലിറ്റി ആണെങ്കിൽ നോ യൂണിറ്റ് ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ്, ദ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് വാക്വം. ഓക്കെ, പെർമിറ്റിവിറ്റി, റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് വാക്വം. പെർമിറ്റിവിറ്റി, റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു ദി പെർമിറ്റിവിറ്റി ഓഫ് വാക്വം ആണ് അല്ല. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്ന വാക്വത്തിൻ്റെ തന്നെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അപ്പം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ സാധനമാണ്. അപ്പോൾ യൂണിറ്റ് വരുന്നില്ല. ദാറ്റ് ഈസ് യൂണിറ്റി എന്ന് പറയാം അല്ലേ. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് വാക്വം ഈസ് 1, യൂണിറ്റി ആണ്. ദാറ്റ് ഈസ് പെർമിറ്റിവിറ്റി ഓഫ് വാക്വം ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് വാക്വം. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ക്യാൻസൽ ആയി പോകുമ്പോൾ ആൻസർ 1 കിട്ടും. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് വാക്വം ഈസ് യൂണിറ്റി. ഓപ്ഷൻ സി. നെക്സ്റ്റ്, ദ ഓമീറ്റർ റീഡിംഗ് ഫോർ എ ഷോർട്ടഡ് കപ്പാസിറ്റർ. ഓമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള ഡിവൈസ് ആണ് ഓമീറ്റർ. ഒരു ഷോർട്ട് ചെയ്ത് വെച്ചേക്കുന്ന കപ്പാസിറ്റർ ആണെങ്കിൽ അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ എന്തുമായിരിക്കും? 0 ആയിരിക്കും. റെസിസ്റ്റൻസ് ഐഡിയൽ കപ്പാസിറ്ററിൻ്റെ ഷോർട്ടഡ് കപ്പാസിറ്ററിൻ്റെ റെസിസ്റ്റൻസ് 0 ആയിരിക്കും. ഇറ്റ് ഈസ് ഓപ്ഷൻ എ. ഓമീറ്റർ റീഡിംഗ് ഓഫ് എ ഷോർട്ടഡ് കപ്പാസിറ്റർ ഈസ് 0. നെക്സ്റ്റ്, ദ ഇക്വലൻ്റ് ഓഫ് 1 പൈക്കോഫാരഡ്. 1 പൈക്കോഫാരഡ് നമുക്ക് പറഞ്ഞാൽ എന്താണ്? 10⁻⁻12 ഫാരഡ് ആണ് 1 പൈക്കോഫാരഡ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ 10⁻12 ഫാരഡ് അല്ല, 1/10⁻12 അല്ലേ. 1/10⁻12 എന്ന് പറഞ്ഞാൽ 10⁻⁻12 ആണ്. ദാറ്റ് ഈസ് ഇക്വലൻ്റ് ഓഫ് 1 പൈക്കോഫാരഡ് ഈസ് 1/10⁻12 ഫാരഡ് ആണ്. ഓക്കെ, ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ബാക്കി എല്ലാ യൂണിറ്റിൻ്റെ കൂടെയും ഫാരഡ്, ബാക്കി എല്ലാ ഓപ്ഷൻസിൻ്റെ കൂടെയും ഫാരഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ 1/10⁻12ൻ്റെ കൂടെ ഫാരഡ് കൊടുത്തിട്ടില്ല. എന്തായാലും പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. ആൻസർ എന്തായാലും 1/10⁻12 ഫാരഡ് ആണ്. ഓക്കെ, 1 പൈക്കോഫാരഡ് ഈസ് 10⁻⁻12 ഫാരഡ് അല്ലെങ്കിൽ 1/10⁻12 ഫാരഡ്. ഓപ്ഷൻ ബി. നെക്സ്റ്റ്, ദ പാരലൽ സർക്യൂട്ട് ഈസ് യൂസ്ഡ് ആസ് എ ഡിവൈഡർ ഫോർ. ഓക്കെ, പാരലൽ കോമ്പിനേഷൻ കൂടുമ്പോൾ നമുക്കറിയാം വോൾട്ടേജ് ഇൻ എ പാരലൽ സർക്യൂട്ട് സെയിം ആയിരിക്കും. പാരലൽ കോമ്പിനേഷൻ കൂടുമ്പോൾ ആ സർക്യൂട്ടിൻ്റെ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി കൂടുകയാണ്. അപ്പോൾ കറണ്ടാണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത് അല്ലേ. ദ പാരലൽ സർക്യൂട്ട് ഈസ് യൂസ്ഡ് ആസ് എ ഡിവൈഡർ ഫോർ കറണ്ട്. ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, ദ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ കറണ്ട്. കറണ്ട് മെഷറിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് അമ്മീറ്ററാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഓപ്ഷൻ ബി. ദ മാക്സിമം നമ്പർ ഓഫ് ലൈറ്റിംഗ് പോയിൻറ്റ്സ് ദാറ്റ് ക്യാൻ ബി കണക്റ്റഡ് ഇൻ എ സർക്യൂട്ട്. ഒരു ലൈറ്റിംഗ് സർക്യൂട്ടിൽ നമുക്ക് കണക്ട് ചെയ്യാവുന്ന നമ്പർ ഓഫ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 10 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 800 വാട്ട്സ് ആണ് അല്ലേ. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് ലൈറ്റിംഗ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 10 ലൈറ്റ് പോയിൻറ്റ്സ് ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, 1 BOT. 1 BOT ഈസ് ഈക്വൽ ടു ഹൗ മച്ച് വാട്ട്സ്? ഒരു BOT എത്ര വാട്ട്സ് ആണെന്ന് ചോദിച്ചാൽ എനിക്ക് BOT എന്ന് വെച്ചാൽ എന്താണ്?
ബോർഡ് ഓഫ് ട്രേഡ് യൂണിറ്റ് ആണ്. ബോർഡ് ഓഫ് ട്രേഡ് യൂണിറ്റ് ഈസ് ഈക്വൽ ടു 1 ബോർഡ് ഓഫ് ട്രേഡ് യൂണിറ്റ് ഈസ് ഈക്വൽ ടു ഹൗ മച്ച് വാട്ട്സ് എന്നാണ്. ഒരു BOT എന്ന് പറഞ്ഞാൽ 1000 വാട്ട് അവർ ആണ്, അല്ലെങ്കിൽ 1 കിലോ വാട്ട് അവർ ആണ് 1 BOT എന്ന് പറയുന്നത്. ഓക്കെ, ദറ്റ് ഈസ് ഓപ്ഷൻ സി, 1000 വാട്ട് അവർ. 1 BOT is equal to 1000 watt hour, option C. Next, the minimum distance between two plates in plate earthing which are parallel should be. Okay, the minimum distance between two plates in plate earthing which are നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ എർത്തിങ് ചെയ്യുന്ന, പാരലൽ എർത്തിങ് ചെയ്യുമ്പോൾ രണ്ട് പ്ലേറ്റ് എർത്തിങ് തമ്മിൽ വരേണ്ട മിനിമം ഡിസ്റ്റൻസ് എത്രയാണ്? അപ്പോൾ അത് ആ മിനിമം ഡിസ്റ്റൻസ് പറഞ്ഞാൽ യൂഷ്വലി സോയിലിനെ ഡിപ്പെൻഡ് ചെയ്തത് വേരി ചെയ്യും. എന്നാലും നമ്മൾ ഓപ്ഷൻസിൽ തന്നേക്കുന്ന ഓപ്ഷൻ എ 8 മീറ്റർ ആണ് പറഞ്ഞേക്കുന്നത്. മിനിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 8 മീറ്റർ. പ്ലേറ്റ് എർത്തിങ്ങിന് പലയിടത്തും പല വാല്യൂസ് കണ്ടിട്ടുണ്ട്. PSCയിൽ നമ്മുടെ ഓപ്ഷൻസിൽ കണ്ടേക്കുന്ന പ്ലേറ്റ് എർത്തിങ്ങിന് 8 മീറ്ററും പൈപ്പ് എർത്തിങ്ങിന് 5 മീറ്ററും എന്നാണ് കണ്ടിട്ടുള്ളത്. മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലേറ്റ്സ് ഈസ് ഫോർ പ്ലേറ്റ് എർത്തിങ് ഇറ്റ് ഷുഡ് ബി 8 മീറ്റർ ആൻഡ് പൈപ്പ് എർത്തിങ് 5 മീറ്റർ ആണ്. ഇവിടെ ഓപ്ഷൻ എ 8 മീറ്റർ. നെക്സ്റ്റ്, AC സിംഗിൾ ഫേസ് എനർജി മീറ്റർ റെക്കോർഡ് എനർജി ഇൻ ദ യൂണിറ്റ് ഓഫ്. എനർജി മീറ്ററിൻ്റെ റെക്കോർഡ് ഏത് യൂണിറ്റിലാണ്? കിലോ വാട്ട് അവറിലാണ് റെക്കോർഡ് ചെയ്യുന്നത് അല്ലേ? 1 കിലോ വാട്ട് അവറാണ് ഒരു യൂണിറ്റ്. ദറ്റ് ഈസ് ഓപ്ഷൻ ബി. ദ യൂണിറ്റ് ഓഫ് റിലക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താ? S is equal to rho L/A എന്നാണ് പഠിച്ചിട്ടുള്ളത്. റിലക്റ്റൻസിൻ്റെ യൂണിറ്റ് ആംപിയർ ടേൺസ് പെർ വെബർ, ഓപ്ഷൻ ബി. യൂണിറ്റ് ഓഫ് റിലക്റ്റൻസ് ഈസ് ആംപിയർ ടേൺസ് പെർ വെബർ, ഓപ്ഷൻ ബി. Next, the material that is slightly repelled by a magnet is called. Slightly repelled ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയും, ഓപ്ഷൻ സി. The material that is slightly repelled by a magnet is called diamagnetic material, option C. The phase angle between voltage and current in a purely inductive circuit. പ്യൂർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടും പ്യൂർലി കപ്പാസിറ്റീവ് സർക്യൂട്ടും ആണെങ്കിൽ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് വെച്ചാൽ 90 ഡിഗ്രി ആണ്. പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ കറണ്ടും വോൾട്ടേജും ഇൻ ഫേസ് ആയിരിക്കും, 0 ആയിരിക്കും അല്ലേ? അപ്പോൾ പ്യൂർലി കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ കറണ്ട് വിൽ ലീഡ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രിയും, പ്യൂർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ കറണ്ട് വിൽ ലാഗ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താണ്? ദ ഫേസ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ എ പ്യൂർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട്, ദറ്റ് ഈസ് ഓപ്ഷൻ ബി, 90 ഡിഗ്രിയാണ്. നെക്സ്റ്റ്, 2 capacitors of 5 microfarad each are connected in parallel. Their total effective capacitance. കപ്പാസിറ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്താൽ അതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? ചുമ്മാ ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ 2 5 മൈക്രോഫാരഡ് കപ്പാസിറ്റർ ഇവിടെ പാരലൽ ആയിട്ടുണ്ടെങ്കിൽ 5 + 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 മൈക്രോഫാരഡ് ആണ് ആൻസർ. ദാറ്റ് ഈസ് ഓപ്ഷൻ എ, 10 മൈക്രോഫാരഡ്. അലൂമിനിയം ബിക്കംസ് സൂപ്പർ കണ്ടക്ടർ അറ്റ്. അലൂമിനിയം ഏത് ടെമ്പറേച്ചറിലാണ് സൂപ്പർ കണ്ടക്ടർ ആവുന്നത്? അലൂമിനിയം സൂപ്പർ കണ്ടക്ടർ ആവുന്നത് ഇറ്റ് ഈസ് അറൌണ്ട് 1 കെൽവിൻ, 1.2 എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 1.2 കെൽവിനിലാണ് അത് സൂപ്പർ കണ്ടക്ടർ ആവുന്നത്. ദറ്റ് ഈസ് 1 കെൽവിനിൻ്റെ അകത്ത് ആൻസർ വരുന്നത് ഏതാണ്? -272.15 ഡിഗ്രി സെൽഷ്യസ്. ദറ്റ് ഈസ് ഓപ്ഷൻ സി. അലൂമിനിയം ബിക്കം സൂപ്പർ കണ്ടക്ടർ അറ്റ് -272.15 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ സി. Energy stored in an inductor is given by, energy stored in an inductor is half Li square, that is option A, half Li square. The expansion of XLP എന്ന് വെച്ചാൽ എന്താണ്? ക്രോസ് ലിങ്ക്ഡ് പോളിഎത്തിലീൻ കേബിൾ ആണ്. XLPE, ക്രോസ് ലിങ്ക്ഡ് പോളിഎത്തിലീൻ കേബിൾ, ദറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്. XLPE, ക്രോസ് ലിങ്ക്ഡ് പോളിഎത്തിലീൻ കേബിൾ, ഓപ്ഷൻ സി. നെക്സ്റ്റ്, നെയിം ദ നോൺ മെറ്റൽ വിച്ച് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഈ കൂട്ടത്തിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന നോൺ മെറ്റൽ ഏതാണ്? ഫൈബർ, പോർസലിൻ, PVC, ഗ്രാഫൈറ്റ് അല്ലേ? നോൺ മെറ്റൽ വിച്ച് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഈസ് ഗ്രാഫൈറ്റ് ആണ്, ഓപ്ഷൻ സി. നെക്സ്റ്റ്, എ ഡീപോളറൈസർ ഇൻ എ ഡ്രൈ സെൽ ഈസ്. ഡീപോളറൈസർ യൂസ്ഡ് ഇൻ ഡ്രൈ സെൽ, സിങ്ക് ക്ലോറൈഡ്, കാർബൺ പൗഡർ, മാംഗനീസ് ഡയോക്സൈഡ്, അലൂമിനിയം ക്ലോറൈഡ്. ഈ കൂട്ടത്തിൽ ഏതാണ് നമ്മൾ ഡ്രൈ സെല്ലിൽ ഡീപോളറൈസറായിട്ട് യൂസ് ചെയ്യുന്നത്? ഡീപോളറൈസർ യൂസ്ഡ് ഇൻ ഡ്രൈ സെൽ ഈസ് ഏതാണ്? സിങ്ക് ക്ലോറൈഡ്, കാർബൺ പൗഡർ, മാംഗനീസ് ഡയോക്സൈഡ്, അലൂമിനിയം ക്ലോറൈഡ്. ഡീപോളറൈസർ യൂസ്ഡ് ഇൻ ഡ്രൈ സെൽ എന്ന് പറയുന്നതാണ് മാംഗനീസ് ഡയോക്സൈഡ് ആണ് അല്ലേ? ഡീപോളറൈസർ യൂസ്ഡ് ഇൻ ഡ്രൈ സെൽ ഈസ് മാംഗനീസ് ഡയോക്സൈഡ്. എന്താണ് ഡീപോളറൈസർ? ഡീപോളറൈസ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം. ഡീപോളറൈസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സബ്സ്റ്റൻസ് യൂസ്ഡ്, എന്താണ്? ഇറ്റ് ഈസ് എ സബ്സ്റ്റൻസ് യൂസ്ഡ് ഇൻ സെൽ ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ദ ബിൽഡിംഗ് അപ്പ് ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് ബബിൾസ്. ഹൈഡ്രജൻ ഗ്യാസ് ബബിൾസ് ഉണ്ടാവുന്നതിനെ
പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് നമ്മൾ ഡീപോളറൈസർ എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രൈ സെല്ലിലെ ഡീപോളറൈസർ എന്ന് പറയുന്നത് മാംഗനീസ് ഡയോക്സൈഡ് ആണ്. ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ്, ദ മെറ്റീരിയൽ ദാറ്റ് ഹാസ് എ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, ഈ കൂട്ടത്തിൽ ഏത് മെറ്റീരിയലിനാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഉണ്ടാവുക? ബ്രാസ്, കോപ്പർ, കാർബൺ, അലൂമിനിയം. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഈ കൂട്ടത്തിൽ ഏതാണ്? കാർബൺ ആണ് അല്ലേ? ദാറ്റ് ഈസ് ഓപ്ഷൻ സി. ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ് ഓഫ് അലൂമിനിയം ഈസ്. അലൂമിനിയത്തിൻ്റെ ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ് ഓഫ് അലൂമിനിയം എന്ന് പറയുന്നത് എത്രയാണ് വാല്യൂ? ദാറ്റ് ഈസ് 0.0936, 0.0104, 1.118, 1.304. ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ് ഓഫ് അലൂമിനിയം എന്ന് പറയുന്നത് 0.0936 ആണ്. എന്താണ് ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ്? ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ it is the amount of mass of that element that can be transported by 1 coulomb of electric charge. അപ്പോൾ 1 കൂളം ഇലക്ട്രിക് ചാർജിന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റിയ ആ മെറ്റീരിയലിൻ്റെ മാസിനെയാണ് നമ്മൾ എന്തോ പറയുന്നത്? ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ് എന്ന് പറയുന്നത്. ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ് ഈസ് ദി എമൗണ്ട് ഓഫ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ മാസ് ഓഫ് ദാറ്റ് മെറ്റീരിയൽ ദാറ്റ് ക്യാൻ ബി ട്രാൻസ്പോർട്ടഡ് ബൈ 1 കൂളംബ് ഓഫ് ചാർജ്. അതായത് 1 കൂളംബ് ഓഫ് ചാർജിന് ആ മെറ്റീരിയലിൻ്റെ എത്ര മാസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും, അതിനാണ് നമ്മളെന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ്. അപ്പം അലൂമിനിയത്തിൻ്റെ കേസ് ആണെങ്കിൽ നമ്മൾ 1 കൂളംബ് ഓഫ് ചാർജ് കൊടുത്താൽ 0.0936 ഗ്രാംസ് ഓഫ് അലൂമിനിയത്തിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും അല്ല. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ് ഓഫ് അലൂമിനിയം എന്ന് പറഞ്ഞാൽ 0.0936. Next, 3 capacitors of each 100 microfarad are connected in series across a 100 volt supply. Their equivalent capacitance is. Okay, സീരീസ് ആയിട്ട് കപ്പാസിറ്റൻസ് കണക്ട് ചെയ്യുവാണെങ്കിൽ ഈക്വലന്റ് കപ്പാസിറ്റൻസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 1/C equivalent is equal to 1/C1 plus 1/C2 plus 1/C3 അല്ലേ? Therefore C equivalent ഇവിടെ എത്രയാണ് തന്നേക്കുന്നത്? 1/C equivalent is equal to 1/100 plus 1/100 plus 1/100 ചെയ്താൽ മതി അല്ലേ? ദാറ്റ് ഈസ് 100/3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 33.33 microfarad. Option C. Capacitance of 100 microfarad are connected in series. Therefore, their equivalent capacitance is 33.33 microfarad. Which color wire is recommended for earth in a earth as per ISI code? ISI code പ്രകാരം നമ്മൾ എർത്തും കണ്ടക്ടർ ഏത് കളറായിരിക്കണം? ഗ്രീൻ കളറാണ്. ഓപ്ഷൻ ബി. Which color wire is recommended for earth connection as per ISI code? അതിപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്രീൻ ആണെന്ന് പറഞ്ഞു. നെക്സ്റ്റ്, the maximum value of a sine wave AC voltage is 10 volt. RMS value is. RMS value ഒരിക്കലും നമുക്കറിയാം VRMS is equal to VM by root 2. Maximum value divided by root 2 ചെയ്താൽ മതി. 10 divided by root 2 ചെയ്താൽ നമുക്ക് എന്താ ആൻസർ 7.07 കിട്ടും. ദാറ്റ് ഈസ് ഓപ്ഷൻ സി. the maximum value of sine wave AC voltage of 10 volt എന്ന് പറഞ്ഞാൽ 7.07 ആണ് അല്ലേ? ഓപ്ഷൻ സി. നെക്സ്റ്റ്, the direction of flow of lines of force around a bar magnet. ഒരു ബാർ മാഗ്നറ്റിന് ചുറ്റും മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ട്രാവൽ എങ്ങനെ ആയിരിക്കും? നോർത്ത് പോൾ ടു സൗത്ത് പോളിലായിരിക്കും അല്ലേ? ദറ്റ് ഈസ് ഔട്ട് ഓഫ് ദി നോർത്ത് പോൾ ഇൻ ടു ദി സൗത്ത് പോൾ. ഓപ്ഷൻ ബി ആണ്. നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലോട്ടായിരിക്കും. നെക്സ്റ്റ്, ഫ്രം ദി ഫോളോയിങ് പവർ പ്ലാന്റ് വിച്ച് വൺ ഹാസ് ലീസ്റ്റ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്? ലീസ്റ്റ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എപ്പോഴും എന്തായിരിക്കും? ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ് ആയിരിക്കും. ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ്, ഇൻ എ DC ഷണ്ട് മോട്ടോർ വാട്ട് ഈസ് ദ റിലേഷൻസ് ബിറ്റ്വീൻ സ്പീഡ്, ഫ്ലക്സ് ആൻഡ് ബാക്ക് EMF? ഒരു ഷണ്ട് മോട്ടറിൽ ബാക്ക് EMF EB നമുക്കറിയാം 5Zn/60 × P/A ആണ് പഠിച്ചേക്കുന്നത് അല്ലേ? ദറ്റ് ഈസ് EB ഈസ് പ്രൊപ്പോർഷണൽ ടു 5N ആണ് അല്ലേ? EB ഈസ് പ്രൊപ്പോർഷണൽ ടു 5N. അത് തന്നെയാണ് N ഈസ് പ്രൊപ്പോർഷണൽ ടു EB/5 എന്ന് പറഞ്ഞേക്കുന്നത്. N ഈസ് പ്രൊപ്പോർഷണൽ ടു EB/5, അത് തന്നെ ആയിരിക്കും EB ഈസ് പ്രൊപ്പോർഷണൽ ടു 5N എന്ന് പറയുന്നത്. ദറ്റ് ഈസ് ഓപ്ഷൻ സി ഓ ഡി ഏത് വേണേൽ വരാം അല്ലേ? നെക്സ്റ്റ്, ദ മാക്സിമം പെർമിസിബിൾ വോൾട്ടേജ് ഡ്രോപ്പ് ഫോർ എ 240 volt network is 30%. What is the minimum acceptable voltage in any point of the network? Okay, maximum permissible voltage ക്വസ്റ്റിൻ്റെ അകത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ തോന്നിയിട്ടുണ്ട്. 3% ആണെങ്കിൽ നമുക്ക് ചെയ്തു വരുമ്പോൾ അവർ പറഞ്ഞേക്കുന്ന ഓപ്ഷനിൽ പറഞ്ഞേക്കുന്ന ആൻസർ 232.8 വോൾട്ട് കിട്ടും. പെർമിസിബിൾ വോൾട്ടേജ് ഡ്രോപ്പ് 3% ആണെങ്കിൽ നമുക്ക് അക്സെപ്റ്റബിൾ വോൾട്ടേജ് എന്ന് പറയുന്നത് 232.8 വോൾട്ട്. ഓപ്ഷൻ ബി എന്ന് കിട്ടും. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് 3-phase മോട്ടർ ഈസ് നോട്ട് സെൽഫ് സ്റ്റാർട്ടിങ്? ഈ കൂട്ടത്തിൽ സെൽഫ് സ്റ്റാർട്ടിങ് അല്ലാത്ത 3-phase മോട്ടറാണ്. സ്ക്വിറൽ കേജ് മോട്ടർ, വൗണ്ട് റോഡ് മോട്ടർ, ഡബിൾ കേജ് മോട്ടർ, സിങ്ക്രണസ് മോട്ടർ. ഏതാണ് സെൽഫ് സ്റ്റാർട്ടിങ് അല്ലാത്ത? സിങ്ക്രണസ് മോട്ടർ ഓബ്വിയസ്ലി അല്ലേ? സിങ്ക്രണസ് മോട്ടർ ഒരിക്കലും സെൽഫ് സ്റ്റാർട്ടിങ് അല്ല. ഓപ്ഷൻ എ. ദ ഫ്യൂവൽ യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ ജനറേഷൻ പവർ പ്ലാന്റ്സ്. ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൽ ഉപയോഗിക്കുന്ന എന്താണ്? ഐസോടോപ്സ് ഓഫ് യുറേനിയം ആണ്. യുറേനിയം 235 ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത് അല്ലേ? ഓപ്ഷൻ ഡി, ഐസോടോപ്സ് ഓഫ് യുറേനിയം. Next, removing the load from a DC series motor, what will happen to its speed?
ഒരു DC സീരീസ് മോട്ടർ നമ്മൾ പറയാറുണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലോഡ് ഇട്ടേ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയും. കാരണം എന്താ, അത് ഹൈ സ്പീഡ് അറ്റൈൻ ചെയ്യും. അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സീരീസ് മോട്ടറിൽ നിന്ന് ലോഡ് റിമൂവ് ചെയ്യാൻ പറ്റും, അതിൻ്റെ സ്പീഡ് ഭയങ്കരമായിട്ട് കൂടും അല്ലേ. ദ സ്പീഡ് വിൽ ഇൻക്രീസ്. ഓപ്ഷൻ എ. The width of a trench for laying single cable should be of minimum dash centimeter. കേബിൾ ട്രെഞ്ചിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 35 സെൻറ്റിമീറ്റർ ആയിരിക്കണം അല്ലേ. ഒരു സിംഗിൾ കേബിൾ ട്രെഞ്ചിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ മിനിമം 35 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, ദ ഫ്രാക്ഷണൽ സ്ലിപ്പ് ഓഫ് ആൻ ഇൻഡക്ഷൻ മോട്ടർ ക്യാൻ ബി ഫൗണ്ട് ബൈ ദി ഫോർമുല. സ്ലിപ്പ് ഈസിക്കൽ നമുക്ക് NS - N ഡിവൈഡ് ബൈ NS × 100 ആണ് പെർസെൻറ്റേജ് സ്ലിപ്പ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സിംഗണസ് സ്പീഡ് മൈനസ് റേറ്റഡ് സ്പീഡ് ഡിവൈഡ് ബൈ സിംഗണസ് സ്പീഡ്, ദറ്റ് ഈസ് ഓപ്ഷൻ എ. NS - NR ഡിവൈഡഡ് ബൈ NS. ഫ്രാക്ഷണൽ സ്ലിപ്പ് S is equal to NS - NR ഡിവൈഡ് ബൈ NS. ഓപ്ഷൻ എ. നെക്സ്റ്റ്, ദ സൺ മേക്സ് എനർജി ഇൻ ഇറ്റ്സ് ഇന്നർ കോർ ബൈ എ പ്രോസസ് കോൾഡ്. സണ്ണിൻ്റെ അകത്ത് നടക്കുന്ന, സൂര്യനിൽ നടക്കുന്ന പ്രോസസ്സാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഓപ്ഷൻ സി, ന്യൂക്ലിയർ ഫ്യൂഷൻ.